ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഇസ് അപ്പയുടെ മക്കൾ 2.0. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഐറ്റമായിട്ട് ഇപ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ തരംഗമായിട്ട് നിൽക്കുന്ന ബൺ മസ്കയാണ് കേട്ടോ. അപ്പം അതിനായിട്ട് ആദ്യം തന്നെ ഞങ്ങൾ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അപ്പുറത്ത് നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഏലക്ക, പട്ട അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളത്തിലേക്ക്. അതിന് ശേഷം നമ്മൾ പാലിലേക്ക് പഞ്ചാരയ്ക്ക് പകരം നമ്മൾ മിൽക്ക് മെയ്ഡാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മുടെ വെള്ളം നല്ല രീതിക്ക് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തേയിലപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. 2 സ്പൂൺ തേയിലപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം പാൻ ചൂടാവാൻ വെച്ചതിന് ശേഷം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യണം കേട്ടോ. ഇത് നമുക്ക് ബണ്ണ് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ബണ്ണ് ടോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇവിടെ 4 ബണ്ണേ എടുത്തിട്ടുള്ളൂ. അതിനുശേഷം ഇതാണ് ഞാൻ ഉപയോഗിച്ച മിൽക്ക് മെയ്ഡ്. അപ്പോൾ നമ്മൾ ബട്ടർ എടുത്തിട്ടുണ്ട്. നമുക്കിനി അതിൻ്റെ മിക്സ് റെഡിയാക്കണ്ടേ. അപ്പോൾ ബട്ടറും മിൽക്ക് മെയ്ഡും ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ സ്കൂൾ വിട്ട് വന്ന ഉടനെ ചെയ്തതാട്ടോ. ID കാർഡ് പോലും ഊരിയിട്ടില്ല. എന്നെക്കൊണ്ട് ഇളക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അമ്മയെ കൊണ്ട് ഇളപ്പിച്ചു. നല്ല രീതിക്ക് മിക്സ് ചെയ്തൊരു ക്രീമി ടെക്സ്ചർ വരണം കേട്ടോ. അതിന് ശേഷം നമുക്ക് ബണ്ണ് നല്ല രീതിക്ക് മുറിച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് ബണ്ണിൻ്റെ ഉള്ളിലേക്ക് ഈ ഫില്ലിങ്സ് നിറച്ച് കൊടുക്കാം. നമുക്ക് അതിൻ്റെ സൈഡിലും കൂടെ ഈ ക്രീം ഒന്ന് തേച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ 4 ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് ഇറാനി ചായ ഉണ്ടാക്കാം. അപ്പം ഞങ്ങൾ ആദ്യമേ തേയില ഉണ്ടാക്കിയ വെള്ളവും പിന്നെ അതിൻ്റെ മണ്ടയ്ക്കോട്ട് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പകുതി കപ്പ് തേയിലയും തേയില വാട്ടറും അതിന് ശേഷം പാലുമാണ്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. എനിക്ക് ഒന്നും കൂടി ഇഷ്ടപ്പെട്ടത് ആ ചായയിൽ മുക്കി കുടിക്കുമ്പോഴായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. തീർച്ചയായും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.